തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമ് തേടുക, വിജ്ഞാനം അന്വേഷിക്കുക എന്നത് മുസ്ലിമായ ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും നിർബന്ധ ബാധ്യതയാണ്, ഫറളാണ്. ഫറളായ വിജ്ഞാനം എല്ലാവർക്കും നേടേണ്ടതുണ്ട്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? 7 വയസ്സായ നിസ്കാരം തുടങ്ങണം. 10 വയസ്സായിട്ട് നിസ്കരിക്കണേ രക്ഷിതാക്കൾ അവൻ അടിക്കണം. ആ നിസ്കാരം പിന്നെ എന്നാ അവസാനിക്കല്? അവസാനത്തെ ശ്വാസം പോകണം നിസ്കരിക്കണം, അല്ലേ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെ ഇന്ന് ഇബാദത്ത് എടുക്കണം. അപ്പൊ 10 വയസ്സിൽ തുടങ്ങി മരണം വരെ നിലനിർത്തി കൊണ്ടുപോകേണ്ട കാര്യമാണ് എന്ത്? നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത്. അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? 50 കൊല്ലം ജീവിച്ചിട്ട് എങ്ങനെ മേമോട്ടി നിസ്കരിച്ച്? ഞാൻ പാപ്പ നിസ്കരിച്ച മാതിരി? എങ്ങനെ സൈനപ്പ നിസ്കരിച്ച്? ഞാൻ ഉമ്മാമ നിസ്കരിച്ച മാതിരി? അങ്ങനെയാ? അങ്ങനെ പാപ്പ നിസ്കരിച്ച ഇമ്മാമ നിസ്കരിച്ച മാതിരി നിസ്കരിക്കണ്ടേ? അല്ല. പാപ്പ ഇമ്മാമയൊക്കെ നിസ്കരിച്ചിട്ട് വല്ല തെറ്റുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, നമ്മളങ്ങനെ നിസ്കരിച്ചാൽ മതി. അങ്ങനെയാണോ? അല്ല. നമ്മൾ അന്വേഷിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇൽമ് ഓരോ വ്യക്തിയും നിർബന്ധമായും അറിയേണ്ട ഇൽമുണ്ട്. സമൂഹം മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ കുറച്ചാളുകളെങ്കിലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഫർള് ഐന്, ഫർള് കിഫ എന്ന് പറയില്ലേ, അല്ലെ? വ്യക്തി ബാധ്യത, സാമൂഹ്യ ബാധ്യത. വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വ്യക്തിപരമായി ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കാൻ വേണം. അതിനാണ് നമ്മൾ മദ്രസ ഏർപ്പെടുത്തിയത്, അല്ലേ? കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ മതം പഠിപ്പിക്കുന്നതിന് വേറെ മതങ്ങൾ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഓരോ കുട്ടിയും അതറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് മദ്രസകൾ ഏർപ്പെടുത്തി നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും റസൂലിന്റെ ചരിത്രവും ഒക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ, അല്ലേ? പക്ഷെ പിന്നീട് എന്താ എന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ പ്രാധാന്യം കുറഞ്ഞു പോയി എന്നുള്ളതാണ്. ഭൗതിക വിജ്ഞാനങ്ങളുടെ അതിപ്രസരത്തിൽ ഭൗതികമായ സർട്ടിഫിക്കറ്റുകൾ നേടുക, ഭൗതികമായ വലിയ ഡിഗ്രികൾ കരസ്ഥമാക്കുക എന്നിടത്തേക്ക് മാറിയപ്പോ മതപഠനം ഒരു വഴിപാട് പോലെയായി. അതിനൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരവസ്ഥ വന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ നോക്ക്, മദ്രസയിൽ പോകാൻ അവസരം കിട്ടില്ലാത്ത, പണ്ട് കാലത്ത് പലതുകൊണ്ടും മദ്രസ ഒഴിവാക്കിയ, മതം പഠിക്കാൻ അവസരം കിട്ടിയില്ലാത്ത ആളുകൾക്ക് ഇന്ന് മതം പഠിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ്, അല്ലേ? മുമ്പൊന്നും കഴിഞ്ഞു പോയിട്ടില്ലാത്ത അത്ര ദീൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങള് ഇന്ന് നമ്മൾക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ ഗൾഫിൽ തന്നെ ഇസ്ലാഹി സെന്ററുകളിൽ സ്ഥിരമായി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നിത്യവും ഖുർആൻ പഠിക്കാൻ വരുന്നുണ്ട്. 10 ആള് 20 ആള് 30 ആളൊക്കെ ഓരോ സെന്ററുകളില് എല്ലാ ദിവസവും ക്ലാസ്സാ. എല്ലാ ദിവസവും ഖുർആൻ പഠന ക്ലാസ്, അല്ലെങ്കിൽ ഹദീസ് പഠന ക്ലാസ്, ഫിഖ് പഠന ക്ലാസ്, ചരിത്ര പഠന ക്ലാസ്, ഇങ്ങനെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിമിന്റെ ബാധ്യത എന്ന് അവർ നിത്യേന എന്നോണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങൾ, ഇസ്ലാമികമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന നിരവധി പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇന്റർനെറ്റും അതുപോലെ കമ്പ്യൂട്ടറൊക്കെ കയ്യിലുള്ള ആളുകൾക്ക് വിജ്ഞാനത്തിന്റെ ഒരു വലിയ ലോകം തന്നെ തുറന്നു വെക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഏത് സലഫി സൈറ്റുകളിലൊക്കെ പോയി നോക്കിയാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ ചോദ്യം എന്താണ്, അങ്ങ് അടിച്ചു കൊടുത്താൽ ഉത്തരം അവിടെ ഉണ്ടാവും. കണ്ടോ? നിങ്ങൾ പ്രശ്നം എന്താണ്, അറബിയിലോ ഇംഗ്ലീഷോ അങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുകയാണ്. എന്തൊരു വലിയ വിജ്ഞാനത്തിന്റെ ലോകമാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത്. അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും സ്വന്തമായി വായിച്ച് മനസ്സിലാക്കാവുന്നത്. അതുപോലെ കാസറ്റുകൾ, CD-കൾ, ഒരു പരിപാടിയിൽ നമ്മൾ നേരിട്ട് സംബന്ധിച്ചതുപോലുള്ള അനുഭവം ഉണ്ടാകും ഒരു വീഡിയോ CD നമ്മൾ കാണുമ്പോൾ, അല്ലെ? മാപ്പയും മക്കളും കുട്ടികളും എല്ലാവരും ഇരുന്ന് CD കാണുകയാണ്. ആ പരിപാടിയിൽ നമ്മൾ നേരിട്ടങ്ങ് സംബന്ധിച്ചതുപോലുള്ളൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇതെല്ലാം ഇന്ന് മതപഠന രംഗത്ത് നമുക്കുണ്ടായിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ വ്യക്തിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനങ്ങളുണ്ട്. കുട്ടികളെ മദ്രസാ പുസ്തകങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കണം. കാരണം ദീനിന്റെ കാര്യത്തിൽ നമ്മൾ പലരും ശിശുക്കളാണ്. നമ്മൾ മദ്രസയിലെ പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ച് 8ാം വയസ്സിൽ എന്ത് പഠിക്കണം, 9ാം വയസ്സിൽ എന്ത് പഠിക്കണം, 10ാം വയസ്സിൽ എന്ത് പഠിക്കണം മനസ്സിലാക്കി ചിന്തിച്ചുണ്ടാക്കിയ പുസ്തകങ്ങളാ. ആ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. വിശ്വാസകാര്യങ്ങൾ, സ്വഭാവ പാഠങ്ങൾ, ചരിത്രം, ഫിഖ്, ലുഗത്ത്, ഭാഷ, ഖുർആൻ, തജ്വീദ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ വലിയ ബാധ്യതയായി നമ്മൾ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കടന്നുകയറ്റത്തോടു കൂടി നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും മതപഠനം ഇന്ന് ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥയാണ്. പല മദ്രസകളും ഇന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. കാരണം എന്താണെന്നറിയോ? കുട്ടികളില്ല.
കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പേരിനൊരു റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ടാവും. ആ ഒരു പീരീഡ് കൊണ്ടൊക്കെ ആയി എന്നാണ് വെച്ചിട്ട് ഇനി എന്തിനാ ഇപ്പൊ മദ്രസയിൽ പോണ്? മദ്രസയിൽ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ സെക്രട്ടറിന്റെ മോനല്ലേ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ പേരക്കുട്ടിയല്ലേ, അപ്പൊ പോവാന്നാ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് രാവിലെ വലിയ കെട്ടും പാണ്ടവും വെള്ളക്കുപ്പിയും ചോറ്റും പാത്രവും ഒക്കെ പാടത്തൊരു സാധനത്തെ കുത്തി പുറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. എന്നിട്ട് ഉസ്താദെ 8:45 മോളെ ബസ് വരിക, അതിലൊന്ന് കയറ്റി കൊടുക്കണേ. ഉസ്താദിന്റെ പണി അതാ. ആകെ തട്ടിപ്പിടിച്ച് ഇവിടെ എത്തിയാൽ 8 മണിക്കാ. 8:45 അവന്റെ കുട്ടിനെ ജീപ്പിലോ അല്ലെങ്കിൽ കാറിലോ കയറ്റി കൊടുക്കാൻ വേണം. ഇതൊരു വഴിപാട് പോലെ. ചിലപ്പോ 7 മണി വരെ അവിടെ സ്കൂളിലെ ട്യൂഷൻ ആയിരിക്കും സുബൈ മുതൽക്ക്. അടിച്ച് കയറ്റുന്നേ ഈ ദുന്യാവിന്റെ വിജ്ഞാനം. മറ്റത് ആർക്കും വേണ്ട, ഒരു ചടങ്ങ് മാത്രം. മദ്രസകളിലൊന്നും കുട്ടികളില്ല, അതാ ഇപ്പോഴത്തെ അവസ്ഥ. ആർക്കും വേണ്ട, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പിന്നാലെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാ. തട്ടിട്ട് വരാൻ പാടില്ല, ജുമാക്ക് പോകാൻ പാടില്ല. ക്രിസ്ത്യാനിന്റെ സ്കൂളാ. ഇപ്പൊ തലശ്ശേരി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും. തലശ്ശേരിയിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള്. അവിടെ കുട്ടികൾക്ക് തട്ടിടാൻ പാടില്ല, കുട്ടികളെ ജുമാക്കും കൂടി പറഞ്ഞേക്കൂല. വലിയ വിവാദം, ആളുകൾ അങ്ങോട്ട് സമരം ഇങ്ങോട്ട് സമരം, പെണ്ണുങ്ങളെ സമരം. എന്തിനായി സമരം ചെയ്യണേ? അച്ചായന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഈ സ്കൂളിൽ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു. അവർ സർക്കാരിന് ഒരു ഗ്രാന്റും വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപന, അവരൊന്നും ചെയ്യാൻ സാധിക്കൂല. എന്നിട്ട് PTA മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ, അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം മക്കനെയും മഫ്തിയും? ആരാ മാപ്പിള കുട്ടികളായി ചോദിക്കണേ? എന്നിട്ട് അവര് തമ്മിൽ അടിയായി. കുറച്ചാൾ ഇറങ്ങിപ്പോന്ന് എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂളങ്ങ് പൂട്ടും. 70% മാപ്പിള കുട്ടികളാണ് പഠിക്കുന്നത്. പല അച്ചായന്മാരെ സ്കൂളിൽ താകിർത്തുന്നത് നമ്മളാണ്. ഇവിടുന്ന് വിളിച്ചു പറയാണ് മറ്റേ സ്കൂളിൽ ചേർക്കണം, ആ സ്കൂളിൽ ചേർക്കണം. ചോദിച്ചപ്പോൾ ഇവിടെ നല്ല എഡ്യൂക്കേഷനാണ്. എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ? ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ? ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. നിസ്കരിക്കാൻ വരെ സൗകര്യമല്ല. ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു, എന്റെ മോള് +2 പഠിക്കാണ്, രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയാവും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂൾ ആയതുകൊണ്ട് 100 അസറൊന്നും നിസ്കരിക്കാൻ പറ്റൂല. മറ്റു മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അങ്ങനെ അന്യ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2, ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോ എന്ന് അള്ള ചോദിക്കുക. നിന്റെ കുട്ടി 100 സ്കരിച്ചോ അസംസ്കരിച്ചോ നിന്നോടും ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാംഗ്ലൂരിലും ചെന്നൈയിലും മറ്റൊക്കെ കേരളത്തിലൊക്കെ കൊണ്ടുപോയി ചേർക്കും. 25 ലക്ഷം 30 ലക്ഷം ഒക്കെ MBBS ഒക്കെ സീറ്റ് വാങ്ങിയിട്ട്. എന്നിട്ടോ പോക്കും വരുത്തൊക്കെ ഒറ്റയ്ക്ക് തന്നെ പെൺകുട്ടികളെ. അത് ബാംഗ്ലൂർ ബസ്സിൽ ഞാനാണ് കയറ്റി കൊടുക്കും. ആരോ ഒപ്പം അതോടൊപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവിടെ പോയി ഇറങ്ങും. ഓളിങ്ങോട്ടും അങ്ങനെ തന്നെ. എന്ന് മാത്രല്ല 2 കൊല്ലം കഴിഞ്ഞിട്ട് ഓളന്നൊരു പുതിയാപ്പിളിനെ കണ്ടെത്തിയിട്ട് വാപ്പാനോട് ഒന്ന് പറയും ഒരാള് ശരിയായിട്ടുണ്ട്, നിക്കാവും ചെയ്തു കൊടുക്കും. ഒരു പോയത്തക്കാരൻ പറഞ്ഞെന്താണെന്നറിയോ? ഓന്റെ മോളെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നപ്പോ എന്താടോ അത്ര പെട്ടെന്ന് കല്യാണമായത്? എന്റെ മോള് പഠിക്കല്ല അവിടെ 2 കൊല്ലം. മോളവിടെ കൊണ്ടാക്കിയ പൈസ മുതലായി. ഞാൻ 25 ലക്ഷം 28 ലക്ഷത്തെ കൊടുത്ത് വാങ്ങിയതാണ്. അതിനത്ര മാർക്കൊന്നുമില്ല, തള്ളി കയറ്റിയ. എന്താ? ഞാൻ അവളവിടെ ചേർത്തപ്പോ എന്റെ ഉദ്ദേശം നല്ലൊരു അലയൻസ് കിട്ടലായിരുന്നു. അത് കിട്ടി. കുട്ടി ഡോക്ടറാക്കലെന്നല്ല, ഒരു ഡോക്ടറെ പുതിയാപ്പിള കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ മോളെ പോയി പ്രേമിച്ചോടി എന്ന് പറയണില്ല എന്ന് മാത്രം. എവിടെ എത്തി നമ്മളെ ഹൗമിന്റെ അവസ്ഥ എന്നാലോചിച്ച് നോക്കി. നമ്മളെ കുട്ടികൾ ഏത് ഹോസ്റ്റലിലാണ് പഠിക്കണത്? എന്താ അവിടുത്തെ സ്ഥിതി? ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലായ പൂർണ്ണ സുരക്ഷിതത്വ. ആ ഗേറ്റിനുള്ളിൽ കടന്നാ പോലും നോക്കുന്നല്ല, അതിന് പുറത്തിറങ്ങി പോലും നോക്കുവോ? ആരപ്പാ പോണ് വരുന്ന്? എന്താ ബാംഗ്ലൂരൊക്കെ സ്ഥിതി? എന്താ സ്ഥിതി ഇതെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? മാത്രല്ല നാട്ടിൽ തന്നെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് രക്ഷിതാക്കൾക്ക് അറിഞ്ഞൂടാ. അല്ല ഓക്കരൊക്കെ നിങ്ങളെ മോൾ എവിടെയാ പഠിക്കണേ? അത് എനിക്കൊന്നും അറിയില്ല. അവിടെ ആ അങ്ങാടിയിൽ ആ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തെ ആ ബിൽഡിങ്ങിന്റെ 3ാം നിലയിലേറ്റ് എന്താ കമ്പ്യൂട്ടറോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ 300 വെച്ചാൽ 300 കൊടുക്കും, 500 വെച്ചാൽ 500 കൊടുക്കും. എന്തിനാണ് ഇവനൊക്കെ വാപ്യാന്നും വല്യപ്പയാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? എന്താ ഇവന്റെയൊക്കെ ഉത്തരവാദിത്വം? പെൺകുട്ടികളെ വളർത്തിയ വലിയ കൂലുണ്ട് ഇസ്ലാമില്, അല്ലേ?
2 പെൺകുട്ടികളെ പ്രായപൂർത്തിയെത്തുന്നവരെ നല്ല നിലക്ക് പരിപാലിച്ചാൽ ആ പെൺകുട്ടികൾ നാളെ നരകത്തുന്നൊരു മറയായിരിക്കും. എന്തിനാ ആൺകുട്ടികൾക്കില്ലാത്തൊരു ഓഫർ പെൺകുട്ടികൾക്ക് പറഞ്ഞത്? കുറച്ച് പണിയുണ്ട് പെൺകുട്ടികളെ വളർത്താൻ, അതുകൊണ്ട് തന്നെ അത് ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മതവിജ്ഞാനത്തിനെ നശിപ്പിക്കുന്ന തരത്തിൽ, മതവിജ്ഞാനത്തെ അവഗണിക്കുന്ന തരത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടുള്ള ആർത്തിയും അലച്ചയും ദുരയും നമുക്ക് വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ട്. SSLC കഴിഞ്ഞു, കുട്ടികളെല്ലാവരും +2 വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചില്ല. എന്നിട്ട് MLA കാലൊടിച്ച് MP കാലൊടിച്ചിട്ട് +2 നല്ല ഗ്ലാമറുള്ള ഇതന്നെ പോസ്റ്റ് തന്നെ എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല. എന്നിട്ടോ 6 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണമൊക്കെ എത്തിച്ച്. എന്താ മൂസാജി, മോളെ മങ്ങലുണ്ട്. എന്നാ മോളെ മങ്ങലുണ്ടെന്നാ പിന്നെ ഒരാളെ സീറ്റ് കളഞ്ഞാണ്ട് ഈ സീറ്റ് വാങ്ങണ്ടിന്നാ? പഠിപ്പിച്ച് നല്ല ഉദ്യോഗത്തിലെത്തിക്കാൻ മാത്രം ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരാളെ സീറ്റ് കളഞ്ഞിട്ട് MLA MP കാല് പിടിച്ചിട്ട് ഇത് വാങ്ങിയത്? ഒരു അന്തം നമ്മൾ ആളുകൾക്കില്ല. എന്തിനാ അത് പഠിപ്പിക്കണേ? എന്തിനാ പഠിക്കണേ? അങ്ങനെ പോണ് കുറെ എണ്ണം. അത് പഠിക്കുന്നുണ്ട്, എന്റെ മോള് പഠിക്കുക കോളേജിലാ. എന്തിനാ പഠിക്കണേ? അടുത്തൊക്കെ ലക്ഷ്മിക്കുട്ടിനോട് ചോദിച്ചു, എന്തിനാ അത് പഠിക്കണേ? ലക്ഷ്മിക്കുട്ടി പറഞ്ഞിട്ട് പഠിച്ചതിന്റെ ജോലി ഇട്ടു, ഇത്ര ശമ്പളം ഉണ്ടായിനാന്ന്. നമുക്ക് പഠിക്കുക, അത് മാത്രം, ഒരു ലക്ഷ്യമല്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ വല്ലാതെ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ദീന് പഠിപ്പിക്കുന്നല്ല, പെൺകുട്ടിനെ കെട്ടിക്കലാണ് നമ്മളെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരു അറബി കോളേജിൽ അയച്ചുകൂടെ? അവളെ SLC കഴിഞ്ഞിട്ട് അറബി കോളേജിൽ പോയാൽ ഒരു ആയത്തോ ഒരു ഹദീസോ ഒരു ഇസ്ലാമിക ചരിത്രമോ ഒരു പഠിച്ച ഒരു ഡിഗ്രിയും കിട്ടും. അതേ സമയത്ത് അവളുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ദീന് പറഞ്ഞു കൊടുക്കാനും പറ്റും. അറബി കോളേജിൽ പോയാ പർദ്ദണ്ടേ, ചെറിയ മക്കള് പർദ്ദടേ. ആരാ ചെറിയ മക്കള്? 10, 5, 15 വയസ്സ് കഴിഞ്ഞ SLC കഴിഞ്ഞിട്ട് ഓൾക്ക് പർദ്ദടാൻ പറ്റൂല. ഓൾക്ക് ചൂരിയും താറും തന്നെ വേണം. അല്ല ഞാൻ ശരിയാവൂല. ആരെ കുട്ടികൾ നല്ല നിൽക്കാത്ത വാപ്പാരെ മക്കളെ ഇപ്പറയണേ. ചൂരിയും താറും തന്നെ പറ്റുള്ളൂ. പർദ്ദട്ട പ്രായം തോന്നിക്കൊള്ളൂ. അല്ലെ പർദ്ദ നോക്കിയിട്ടാണല്ലോ ഇപ്പൊ കല്യാണം നടത്തല്. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടാ കല്യാണം നടത്തല്, പർദ്ദ നോക്കിയിട്ടല്ല. അപ്പൊ ഇസ്ലാമിക വേഷം ധരിക്കാൻ, അവരെ ഇസ്ലാമിക വേഷം ധരിപ്പിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ SLC കഴിഞ്ഞ കുട്ടികളെ അറബി കോളേജിൽ അയക്കൂല. അവർക്ക് ആർട്സ് കോളേജിലോ +2 അയക്കുള്ളൂ. എന്നിട്ട് കല്യാണം വന്നാൽ കെട്ടിക്കുകയും ചെയ്യും. എന്നിട്ടോ കുട്ടികളൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ, വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ 4 അക്ഷരം ഇംഗ്ലീഷ് പഠിക്കണ്ടേ. ഇസ്ലാംകാരി ഈമാകാര്യം പറഞ്ഞു കൊടുക്കാൻ അറിയോ? അറിയില്ല. അത് പ്രശ്നമല്ല, അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താ, ഇംഗ്ലീഷാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോ മതപഠനം നിർബന്ധമായും നമുക്കും നമ്മുടെ കുട്ടികൾക്കും ലഭിച്ചിരിക്കണം. അത് നമ്മൾ ഉറപ്പുവരുത്തണം. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ തിരക്കിൽ നമ്മളത് മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇത്രയും ഇത് പറഞ്ഞത്. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ ചില ആളുകൾ പറയുന്നുണ്ട്, അവർക്ക് എന്താ കുറവ്? ചോറിന് ചോറ്, ചാറിന് ചാറ്, ഫാനുണ്ട്, ബെഡുണ്ട്, എല്ലാം ഉണ്ട്, മരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ആത്മീയ വിദ്യാഭ്യാസം, ധാർമ്മിക ബോധം അത് മാത്രങ്ങൾ ഉണ്ടായി കൊടുത്തിട്ടില്ല. വേറെ എന്തെങ്കിലും ഉണ്ടായി കൊടുത്തിട്ടും കാര്യമല്ല. കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ 3 നേരം ഫോണ്. ഇപ്പൊ നെറ്റിലാണ് ഫോൺ ചെയ്യൽ ഒരു പണിയാ ചില ചങ്ങായിമാർക്ക്. 3 മണിക്കൂർ 4 മണിക്കൂർ എന്നിട്ട് ഇങ്ങനെ കുത്തിരിക്കണ്ട അതിന്റെ മുമ്പിൽ. എന്തൊരു കഷ്ട. ഗുളി കൊടുത്തോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ ബാത്റൂം പോവാം, 5 ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും വിളിക്കല്ലേ. ഇതൊരു ജോലിയാ. അനാവശ്യമായി സമയം കൊല്ലുന്നത്. ആ കാര്യത്തിലൊക്കെ അന്വേഷിക്കണം. എന്താ? ദുനിയാവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ടൈലർ എടുത്ത് കൊടുത്ത് അടിച്ചിട്ട് കിട്ടിയാ, മരുന്ന് കൊടുത്താ, അങ്ങനെ എല്ലാം ചോദിക്കും. കുട്ടി നിസ്കരിക്കലുണ്ടോ? സുബൈക്ക് നീച്ചോ? പള്ളി പോലുണ്ടോ? ആ വക കാര്യങ്ങൾ